ഞാൻ സെക്കൻഡ് സാറ്റർഡേ 13-ാം തീയതി 13/7/2024 രാവിലെ 10 മണിക്ക് ഈ ഓർത്തോയുടെ OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടു എക്സ്റേ എടുക്കാൻ വേണ്ടി പറഞ്ഞു. എക്സ്റേ എടുത്തു. 11 മണിയാകുമ്പോൾ 11 കാലമാകുമ്പോൾ എക്സ്റേ കിട്ടി. 11:30 ഡോക്ടറെ കണ്ടു. അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നേരത്തെ ഒരാഴ്ചയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ റിസൾട്ട് എൻ്റെ കൈവശം ഉണ്ടെന്ന് പറഞ്ഞു. പബ്ലിക് ലാബിൻ്റെ ചെയ്യണമെന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞത് എൻ്റെ കൈവശം വീട്ടിലാണ്. മെഡിക്കൽ കോളേജ് സമീപം പഴയ റോഡ്, അതായത് കൊച്ചുള്ളു ബാലകൃഷ്ണ പഴയ റോഡിലാണ് വാടകയിൽ താമസിക്കുന്നത്. എൻ്റെ സ്വദേശം തിരുമലയാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി എടുത്തുകൊണ്ട് ഉടനെ വന്നു. ഉടൻ തിരിച്ചെത്തുമ്പോൾ നല്ല പെരുമഴയായിരുന്നു. സെക്കൻഡ് സാറ്റർഡേ 13-ാം തീയതി ഒരു ഉച്ചയ്ക്ക് 12 മണിയോട് അടുപ്പിച്ച് ഞാൻ തിരിച്ചെത്തി. 12:05 ഞാൻ ആ ലിഫ്റ്റിലേക്ക് പ്രവേശിക്കുന്നു. ലിഫ്റ്റിലേക്കുള്ള സ്വിച്ച് ഓൺ ചെയ്തു. ലിഫ്റ്റിൽ ഓപ്പണായി. ഞാൻ അടുത്ത് ഇങ്ങനെ സ്വിച്ച് ഓൺ ചെയ്തപ്പം പെട്ടെന്ന് ഉയർന്നു, പെട്ടെന്ന് താന്നു. ഒന്ന് ഉയരുകയും ചെയ്തു, അതുപോലെ താരുകയും ചെയ്തു. പിന്നെ അതങ്ങ് ബ്ലോക്കായി. എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ താഴെ വീഴുന്ന പൊട്ടി. ആ മൊബൈലിൻ്റെ സ്ലീപ്പ് അവിടെ എൻ്റെ കൈവശമുണ്ട്. കാണിക്കണമെങ്കിൽ കാണിച്ചു തരാം. ആ മൊബൈലിൽ നിന്ന് ആദ്യം ഞാൻ അലാറം അടിച്ചു നോക്കി. ഒരു രക്ഷയില്ല. മൊബൈലിൽ നിന്ന് ഞാൻ വിളിച്ചിട്ട് അതിനകത്തൊന്നും പോകുന്നില്ല. മൊബൈലിൽ നിന്ന് ഞാൻ വിളിക്കുന്ന നമ്പറിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ആകെ കൂടുതൽ ആശങ്കയായി. കുറച്ച് നേരം അങ്ങനെ കിടന്ന് ഞാൻ വീണ്ടും അങ്ങോട്ട് പോകും. വീണ്ടും വന്ന് ബെല്ല് അടിക്കും. അലാറം നന്നായി അടിക്കുന്നുണ്ട്. വീണ്ടും അവിടെ ഇരിക്കും. പിന്നെ കുറച്ച് ക്രമേണ മണിക്കൂറായി. പിന്നെ രാവാണോ പകലാണോ ഇങ്ങനെ മൊബൈലിൻ്റെ ചാർജും പോയി. അപ്പം പിന്നെ എനിക്ക് അറിയില്ല രാത്രിയാണോ പകലാണോ എന്ന് അറിയാത്തൊരവസ്ഥയിലേക്കായിരുന്നു. സമയം അറിയില്ല, രാത്രിയാണോ പകലാണോ എന്നറിയില്ല. മലമൂത്ര വിസർജനം ഉൾപ്പെടെ അതിനകത്ത് തന്നെയായിരുന്നു. അല്ല, ഈ ലിഫ്റ്റിനകത്ത് നിന്ന് ആരെയും ഫോൺ വിളിക്കാൻ, അതായത് ഫോൺ താഴെ വീണ് പൊട്ടിപ്പോയതുകൊണ്ട് ആരെയും ഫോൺ വിളിക്കാൻ പറ്റിയില്ലെന്നാണോ, അതോ വിളിച്ചിട്ട് കിട്ടാതിരുന്നതാണോ? ഞാൻ വിളിച്ചുകൊണ്ടെങ്കിൽ കിട്ടുന്നില്ല. കാരണം അതിനകത്ത് റേഞ്ച് കിട്ടുന്നില്ല. ഞാൻ വിളിക്കുന്നു, അത് ഉടനെ ചുവപ്പ് കാണിക്കുന്നു, അത് കട്ടാവുന്നു. ഞാൻ 252 84 74 അവിടുത്തെ എമർജൻസിയിലേക്ക് വിളിക്കുന്നു. കാരണം 4-5 നമ്പർ ആ ലിഫ്റ്റിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട്. ആ എഴുതിയിട്ട നമ്പറിലേക്ക് എല്ലാം വിളിക്കുന്നു. പക്ഷേ ഒന്നും കിട്ടുന്നില്ല. പിന്നെ അവിടെ പൊതുവേ മെഡിക്കൽ റേഞ്ചില്ല. പിന്നെ ലിഫ്റ്റിനകത്ത് ഇവിടെ ഒട്ടുമില്ല. പിന്നെ മൊബൈലിൻ്റെ ചാർജ് കൂടി പോയതോടുകൂടി ഞാൻ കൂടുതൽ കൺഫ്യൂഷനായി. കാരണം പിന്നെ തീരെ നിവർത്തിയില്ല. അങ്ങോട്ട് പോയിരിക്കും, ഇങ്ങോട്ട് പോയിരിക്കും. പിന്നെ എയറുണ്ടായിരുന്നു. ഒരു സൈഡിൽ എയർ നല്ല സൈഡിൽ ആ ചെവരോട് ചേർന്ന് പോയിരുന്നു. ഇടതുവശത്താണ് ഇതിൻ്റെ ലിഫ്റ്റിൻ്റെ സ്വിച്ച്. അല്ല, എൻ്റെ വലത് ഭാഗത്താണ് ഈ സ്വിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ലിഫ്റ്റിൻ്റെ. ഇടത് ഭാഗത്ത് ഞാൻ പോയി മലമൂത്ര നടത്തി. സത്യസന്ധമായി പറയുകയാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അത് നേരെ ബാക്കിൽ തന്നെ ഇരുന്നു. ആരെങ്കിലും വരുമല്ലോ. ഒരു പൊതുരംഗത്തുള്ള ഒരു മനോധൈര്യം കൊണ്ട് എന്തായാലും ഈ സെക്കൻഡ് സാറ്റർഡേ ഞായറാഴ്ച, അത് കഴിഞ്ഞാൽ മുഹറത്തിൻ്റെ അവധി വരും. അത് കഴിഞ്ഞാൽ 1-2 ദിവസം കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് തുറക്കുമ്പോഴെങ്കിലും അതങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ വൈകുന്നേരമൊന്നുമല്ല, രാവിലെ ആദ്യം വെളിച്ചം വന്നു, ലൈറ്റ് വന്നു, സൗണ്ട് കേട്ടു. അപ്പോൾ ഞാൻ അപ്പോഴേക്കും നല്ല അവശനായ രീതിയിലാണ്. ഞാൻ പയ്യെ ഇഴഞ്ഞു പോകുമ്പോഴേക്കും അങ്ങ് അടുത്തെത്താറായപ്പോൾ ഒരാൾ ഞാൻ തള്ളി തുറക്കണം. ഞാൻ ആളുണ്ടേ ഈ ഓടിപ്പോണ ബസ്സിൽ ചാടി കയറാൻ വേണ്ടി കയറി നിൽക്കുന്ന പോലെ ആളുണ്ടെന്ന് വിളിച്ചപ്പോൾ നില്ല. ഞാൻ പറഞ്ഞ് ഞാളുണ്ട്. ഞാൻ ഇറങ്ങി ഇനി ചാടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എൻ്റെ ബാഗിനകത്ത് ഇരിക്കുകയാണ്. ബാഗിലെടുത്തു എന്ന് പറഞ്ഞു. ഞാൻ ബാഗിലെടുത്തു. ഉടനെ തന്നെ ചാടാൻ പറഞ്ഞു. പുറത്തോട്ട് ചാടി. ഒരു നല്ല മനുഷ്യൻ, പേരൊന്നും വെളിപ്പെടുത്തിയില്ല. അദ്ദേഹം അവിടുത്തെ ലിഫ്റ്റിൻ്റെ ചുമലക്കാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തിരിഞ്ഞ് ഞാൻ ഒരു 6-6:15 ആവുന്നുണ്ട് ആ സമയം. ഉദ്ദേശമാണ് ഈ സമയം പറയണത്. ഞാൻ നേരെ അവിടെ നിന്ന് നടന്ന് ഫ്രണ്ടിലൂടെ നമുക്ക് ഒരു സെക്യൂരിറ്റി ഉത്തരവാദപ്പെട്ട ഒരാൾ നിന്ന് ടോക്കൺ കൊടുക്കണം. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ഈ ലിഫ്റ്റിൽ ഇന്നലെ ശനിയാഴ്ച ഇരുന്ന് ഉച്ചയ്ക്ക് കുടുങ്ങിയതാണ്, ഇപ്പോഴാണ് പുറത്തിറങ്ങിയത്. അദ്ദേഹം പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഒന്ന് ഇവിടെ പോകാൻ പറഞ്ഞു, ക്യാഷ്വാലിറ്റിയോട്ട്. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് പെൺകുട്ടികളിരിക്കും. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് എൻ്റെ വൈഫിൻ്റെ നമ്പറിലോട്ടൊന്ന് വിളിക്കണം, ഞാനിവിടെ ഉണ്ടോ ഇല്ലെന്ന് അവർക്കറിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ വൈഫിനെ വിളിച്ച് വൈഫ് കരച്ചിലും ബഹളമായിരുന്നു. വൈഫ് എല്ലാം ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം ഇവിടെ തന്നെ വരാമെന്ന് പറഞ്ഞു. അവിടെ തന്നെ ഒരു 15 മിനിറ്റിനകത്ത് മെഡിക്കൽ കോളേജിൽ തന്നെ വേറെ 2 ഉദ്യോഗസ്ഥന്മാർ വന്നു. എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി ഒരു ചായയൊക്കെ വാങ്ങിച്ച് നേരെ ക്യാഷ്വാലിറ്റി കൊണ്ടിരുത്തി. അവിടെ നിന്ന് അവരുടൻ തന്നെ 3-4 ട്രിപ്പൊക്കെ തന്നു. അത് കഴിഞ്ഞുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജ് പോലീസിലെ
സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവർ വന്നു കാര്യങ്ങൾ ചോദിച്ചു. പോലീസുകാർ അല്ലാതെ മഫ്റ്റീനും അല്ലാതെയൊക്കെ വന്നു. ഡോക്ടേഴ്സ് തന്നെ വന്നു. മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് അടക്കം ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും പറഞ്ഞതിനകത്ത് തന്നെ ഈ സംഭവം അറിഞ്ഞുകൊണ്ട് അവിടെ വരികയും ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പുകയും നടപടികൾ എന്ത് സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ ചില നടപടികളൊക്കെ എടുത്തിട്ടുണ്ട്, സസ്പെൻഷൻ പോലെയുള്ളത്. ഈ ആ ലിഫ്റ്റിനകത്ത് ഒരാൾ പെട്ടുപോയാൽ അറിയിക്കാനുള്ള സാധാരണ നിലയിൽ ഫോൺ നമ്പർ ഉണ്ടാവും, ചില ഫോണുകൾ ഉണ്ടാവും, അലാം ഉണ്ടാവും. ഇതൊന്നും പ്രവർത്തിക്കാതിരുന്നതാണോ അതോ അത് കേട്ടിട്ടും ആരും തിരിഞ്ഞു നോക്കാത്തതാണോ? തിരിഞ്ഞു നോക്കാൻ അവിടെ ആളുണ്ടായിരുന്നില്ലേ? എന്താ സംഭവിച്ചത്? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അലാറം ഉണ്ടായിരുന്നു. ഞാൻ അലാറം അടിച്ചു. അലാറം വ്യക്തമായി കേൾക്കുന്നുണ്ട്, പക്ഷേ അറ്റൻഡ് ചെയ്യാൻ ആരുമില്ല. പിന്നെ അതിനകത്ത് ഓരോ ആൾക്കാരുടെയും നമ്പർ എഴുതിയിട്ടുണ്ട്. അതിലേക്ക് വിളിക്കാൻ എൻ്റെ മൊബൈൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ സിസ്റ്റം മാറണമെന്നുണ്ടെങ്കിൽ ആധുനിക സംവിധാനങ്ങൾ ലിഫ്റ്റിലേക്ക് ഉണ്ടാവണം. അല്ലാതെ അതാണ് എനിക്കൊരു ഇപ്പോൾ സാധാരണ ലിഫ്റ്റിലൊക്കെ ഞാനും ലിഫ്റ്റിൽ പെട്ടുപോയ ഒരു അനുഭവം ഉണ്ട്. പക്ഷേ ഇതുപോലെ 2 ദിവസം ഒന്നും കിടക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തട്ടി വിളിക്കാനൊക്കെ പറ്റുമല്ലോ. അങ്ങനെയൊക്കെ താങ്കൾ ബഹളം ഏതെങ്കിലും തരത്തിൽ ഈ ലിഫ്റ്റിന്റെ ഡോറിൽ നമുക്ക് പ്രസ് ചെയ്യാൻ കഴിയുന്നിടത്തൊക്കെ അടിച്ച് ഒരാൾ ഇതിനകത്തുണ്ട് എന്ന് പുറത്താരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാകാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിരുന്നോ? എല്ലാ ശ്രമവും നടത്തി. ഈ ലിഫ്റ്റിനെ വലിച്ചു കീറാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടി ലിഫ്റ്റ് 2 സൈഡും ആത്മാർത്ഥം കൊണ്ട് ഇങ്ങനെ പിടിച്ചു നോക്കി, 4 സൈഡിൽ അടിച്ചു നോക്കി, നിലവിളിച്ചു നോക്കി. എനിക്ക് ശബ്ദിക്കാൻ കഴിയുന്ന എല്ലാ രൂപത്തിലും കാലുകൊണ്ടും കൈകൊണ്ടും ചവിട്ടി നോക്കി, ഇടിച്ചു നോക്കി. എന്ത് ചെയ്യാം? കാരണം ഇതൊരു ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു ഒഴിഞ്ഞ മൂല പോലെ ആണെന്ന് തോന്നുന്നത്. കാരണം ആരും ശ്രദ്ധിക്കപ്പെട്ടില്ല. ആരെങ്കിലും ഈ അലാറം ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഒന്ന് ആരായാലും, വഴിപോക്കരോ അല്ലെങ്കിൽ അതല്ല, ഈ രോഗികൾ നടക്കുന്ന വാർഡല്ലല്ലോ ഇത്. രോഗികൾ വന്നു പോകുന്ന സൈഡിലുള്ള ഒരു ലിഫ്റ്റാണ്. ലിഫ്റ്റിൻ്റെ പുറത്ത് ലിഫ്റ്റ് കേടാണെന്നോ അല്ലെങ്കിൽ ലിഫ്റ്റിൽ പ്രവേശനം അനുവദനീയമല്ലെന്നോ ഒന്നും പ്രസവിച്ചിട്ടില്ല. ഞാനൊരു 42 വർഷക്കാലത്തെ പൊതുപ്രവർത്തകനാണ്. എന്തെങ്കിലും അസൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ ലിഫ്റ്റിൽ പ്രവേശിക്കില്ല. ലിഫ്റ്റിനകത്ത് കടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ സമയദോഷം കൊണ്ടാണല്ലോ വീഴ്ച പറ്റിയത്. ആ വീഴ്ചയ്ക്ക് പരിഹാരം കണ്ടതിനാണ് ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അവിടെ നിന്ന് എനിക്ക് കിട്ടുന്ന അനുഭവം എൻ്റെ ജീവഹാനി സംഭവിക്കുമോ എന്നുള്ള അവസ്ഥയിലേക്കാണ് ഞാൻ ലാസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റേതായ ഒരു മനോധൈര്യം ഞാൻ നഷ്ടപ്പെടാതെ ഞാൻ വളരെ കിഡ്സോടുകൂടി മനോധൈര്യം നഷ്ടപ്പെടാതെ സർവൈവൽ സ്റ്റോറിയാണ് നമ്മൾ ഈ കാര്യത്തിൽ. ഇപ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ നമ്മുടെ മെഡിക്കൽ കോളേജിൽ നടക്കേണ്ടത്. ഒരു മെഡിക്കൽ കോളേജിലും അങ്ങനെ നടന്നുകൂടാ. കാരണം ഇതിപ്പോൾ ഓർത്തോയിലേക്കും കാർഡിയോളജിയിലേക്കും ഒക്കെ പോവേണ്ട, ഡോക്ടർമാരെ കാണാനും മറ്റുമൊക്കെ പോവേണ്ട രോഗികൾക്കുള്ള ലിഫ്റ്റാണ്. ജീവനക്കാർക്കുള്ള ലിഫ്റ്റും മറ്റും വേറെയുണ്ട്. അപ്പോൾ രോഗികൾക്കുള്ള ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രവർത്തനം ഇടയ്ക്ക് നിലയ്ക്കുന്നു എന്നുള്ളത് ഒരു കാര്യം പോട്ടെ. പക്ഷെ അങ്ങനെ ആരെങ്കിലും കുടുങ്ങിയാൽ 2-3 ദിവസം അവിടെ കഴിയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയോ? ഇതിപ്പോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണല്ലോ അവസ്ഥ. ഈ വിഷയം ഞാൻ ഇപ്പോൾ ഈ ബന്ധപ്പെട്ട ശ്രദ്ധയിൽപ്പെടുത്തി. സൂപ്രണ്ട് വന്നു, ഉത്തരവാദിത്തപ്പെട്ട ഇതിൻ്റെ എല്ലാ ആരോഗ്യ ഉദ്യോഗസ്ഥന്മാരെ എന്നെ നേരിൽ വന്ന് കണ്ടിരുന്നു. അവരടിയന്തരം എന്തോ മീറ്റിംഗ് എന്തോ നടക്കുന്നു എന്ന് പറഞ്ഞു. ആരുടെ ഭാഗത്തായാലും എന്ത് വിഷയം ഉണ്ടായാലും പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ട് പോയി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വാർത്താ മാധ്യമങ്ങൾ കൂടെയാണ് അറിയുന്നത്. പിന്നെ എൻ്റെ പല സമുന്നതരായ നേതാക്കളും ഇവിടെ വന്നിരുന്നു. വിനോയ് വിശ്വ, മാങ്കോട് ആക്ഷൻ, അരുൺ കേസ്, പാപ്പനംകോട് അജയൻ തുടങ്ങി പ്രമുഖരായ എല്ലാവരും ഇവിടെ വന്നിട്ടാണ്. അല്ല, തീർച്ചയായിട്ടും അല്ല. ഇപ്പോൾ താങ്കൾ CPIയുടെ നേതാവാണ്, പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുമാണ്. സ്വാഭാവികമായും നേതാക്കളൊക്കെ കാണാൻ വരും. അതിനപ്പുറത്ത് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഇങ്ങനെ ആയിക്കൂടാ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? പൊതുജനങ്ങൾ, പാവപ്പെട്ടവരായ ആളുകൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകളിൽ ഇങ്ങനെ ഇത്രയും അനാസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ പൊതുജനാരോഗ്യ രംഗത്തിന് തന്നെ ഒട്ടും ശ്രേയസ്കരമല്ല. അപ്പൊ താങ്കൾക്കുണ്ടായ വ്യക്തിപരമായ ബുദ്ധിമുട്ട് പരിഹരിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഈ ദുരവസ്ഥ മാറാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കൾക്കും അത് തോന്നുന്നില്ലേ? തീർച്ചയായും. കാരണം പല ജില്ലയിൽ നിന്നും പല മണ്ഡലങ്ങളിൽ നിന്നും റെഫറൽ കൂടിയാണ് ഈ ഹോസ്പിറ്റലിലേക്ക് ജനം എത്തുന്നത്. ആ എത്തുന്ന ജനങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലെ സേവനമാണ്. ആ സേവന പ്രതീക്ഷയാണ് ജനത്തിന് കിട്ടുന്ന ഒരു വലിയൊരു വീഴ്ച. അത് ചെറുതായി കാണാൻ കഴിയില്ല. ആ വീഴ്ച തന്നെയാണ്. അത് എനിക്ക് പറ്റിയാൽ ശരി തന്നെ, മറ്റൊരാൾ പറ്റിയാൽ ശരി. എൻ്റെ സ്ഥാനത്ത് ഒരുപക്ഷെ വല്ല ഗർഭിണിയോ ഒരു RCC പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഒരു അമ്മയും കുഞ്ഞും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായി സംഭവിക്കുക?
അപ്പോൾ അത് ചെറുതായിട്ട് കാണണ്ട, ഇത് വളരെ ഗൗരവത്തോടെ എടുത്തുകൊണ്ട് ഇതിന് പ്രതിവിധി സർക്കാർ തലത്തിൽ വളരെ നല്ല രൂപത്തിലുള്ള പ്രതിവിധിയാണ് വേണ്ടത്. ഇതിന് നല്ല ഒരു ട്രീറ്റ്മെൻറ്റ്, ഇതെന്താ ലിഫ്റ്റെന്ന് മാത്രമല്ല, ലിഫ്റ്റിൻ്റെ കാര്യം മാത്രം നമ്മളിപ്പോൾ ഒരു വിഷയം നമ്മൾ ലിഫ്റ്റ് പിടിക്കുന്നു, ആ ലിഫ്റ്റ് വിഷയം മാത്രമല്ല, മെഡിക്കൽ കോളേജിൻ്റെ പല രൂപത്തിലുള്ള പല വിഷയങ്ങളിലേക്കും നമ്മൾ വിരൽ ചൂണ്ടേണ്ടി വരും. തീർച്ചയായിട്ടും.